കെപിസിസിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ എഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദതന്ത്രം മറികടക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയുറപ്പാക്കി കെ സുധാകരൻ. പ്രതിപക്ഷ നേതാവും കെപിസിസി അധ്യക്ഷനും താരിഖ് അൻവറിനും പുറമെ കെ.സി. വേണുഗോപാലുമായും ചർച്ച നടത്തി. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ കെപിസിസി സ്ഥാനത്ത് അധ്യക്ഷ സ്ഥാനത്ത് തുടരണമോ എന്ന സുധാകരൻ തുടരണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കാകുമോ ഹൈക്കമാൻഡ് എത്തുക? എന്തൊക്കെ ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്? എപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ നേതാക്കൾ കാണുന്നത്? ധന്യ, കെ സുധാകരന് അനുകൂലമായ ഒരു തരംഗം അത് ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. രാവിലെ താരിഖ് അൻവറുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് കെ.സി. വേണുഗോപാലുമായും AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായും വി.ഡി. സതീശനും കെ സുധാകരനും കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്തെ കൃത്യമായ സംഘടനാ പ്രശ്നങ്ങൾ വിശദമായി ഇരു നേതാക്കളുമായി അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് കെ സുധാകരനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നതായുള്ള ഒരു ആക്ഷേപം അതും നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളടക്കം 4:30 രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലും 6 മണിക്ക് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഒപ്പം തന്നെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലും അവർ വ്യക്തമാക്കും. അതിൽ നിന്ന് കൃത്യമായ ഒരു സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നതിന് പ്രകാരം കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരും. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ അതിന് ഉണ്ടാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ ഗ്രൂപ്പ് നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് നേതൃത്വം നേരിട്ട് ഇടപെട്ടേക്കും. താരിഖ് അൻവറിന് പുറമെ മറ്റ് നേതാക്കൾ കൂടി, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അടക്കമുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ കൂടി AI ഗ്രൂപ്പുകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി, നന്ദി ഡാൻ.